നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയത്തിൽ ത്രിഗ്രഹയോഗം. യോഗ വിഷയത്തിൽ ദ്വിഗ്രഹയോഗം കഴിഞ്ഞു. ത്രിഗ്രഹയോഗം അടുത്ത ഏതാനും ശ്ലോകങ്ങൾ കൊണ്ട് സമാപിക്കും. പിന്നീട് ചതുർഗ്രഹ യോഗം, പഞ്ചഗ്രഹയോഗം, പ്രവ്രജ യോഗം, ഇങ്ങനെ ധാരാളം യോഗങ്ങൾ സാരാവലികാരൻ കല്യാണവർമാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നല്ല അനുഭവങ്ങൾ കാണുകയും ചെയ്യപ്പെടുന്നു. ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് 3 ശുഭഗ്രഹങ്ങളുടെ യോഗമാണ്. ബുധനും വ്യാഴവും ശുക്രനും. ജ്യോതിശാസ്ത്രത്തിൽ ശുഭഗ്രഹങ്ങളാകുന്നു ഈ 3 ഗ്രഹങ്ങളും. വളരെ നല്ലൊരു ഫലമാണ് ഇവിടെ പറയുന്നത്. ശുഭഗ്രഹങ്ങളുടെ മേളനം യോജിക്കൽ വരുമ്പോൾ വളരെ അനുകൂലമായ ഒരു ഫലത്തെ ഈ യോഗം പ്രദാനം ചെയ്യുന്നതായി നമുക്ക് കാണാം. ആദ്യം നമുക്ക് ശ്ലോകം പഠിക്കാം, ശ്രദ്ധിക്കുക. സുതനു ക്ഷപിതാരിഗണോ നൃപതി സുഭഗസ്തഥാ വിപുലകീർത്തി ബുധഗുരു ശുക്രൈ സഹിതൈ ഭവതി നര സത്യവചനശ്ച. ഇനി മേൽപ്പറഞ്ഞ ഈ 3 ഗ്രഹങ്ങളുടെ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തിയുടെ ഒരു സ്വഭാവ വൈശേഷത മാഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള നരൻ ഭവതി നരഹ സത്യവചനശ്ച. സത്യം വചനം യസ്യ സഹ സത്യവചനഃ. സത്യം സംസാരിക്കുന്നു, സത്യമായ വാക്കുകൾ മാത്രം പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തൻ്റെ ആ ധാർമ്മികത, സത്യം, ഇതിലൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും 3 ശുഭഗ്രഹങ്ങളുടെ യോഗത്തിലൂടെ ജനിക്കുന്ന വ്യക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ തുടക്കം നിങ്ങൾ ശ്രദ്ധിക്കുക. സുതനുഹു ശോഭനം തനുഹു യസ്യ സഹ സുതനുഹു. ഇദ്ദേഹത്തിന് നല്ല ശരീരമുണ്ടാവും, അയാൾ കാഴ്ചയിൽ സുന്ദരനായിരിക്കും. സംസ്കൃതത്തിൽ കാന്തിമാൻ ഇത്യർത്ഥ സഹ കാന്തിയുക്ത ഭവതി. അദ്ദേഹത്തിന് നല്ല സൗന്ദര്യമുണ്ടാകും. പിന്നീട് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ക്വാളിറ്റിയായി പറയുന്നത്? ക്ഷപിതാരിഗണ. ക്ഷപിത അരിഗണ ഏന സഹ ക്ഷപിതാരിഗണ. തൻ്റെ ശത്രു കൂട്ടങ്ങളെ അദ്ദേഹം നശിപ്പിക്കും. അയാൾ തൻ്റെ ശത്രുക്കളെ നശിപ്പിക്കും എന്നർത്ഥം. പിന്നീട് ആ മനുഷ്യൻ സുഭഗ സഹ സുഭഗ ഭവതി. അയാൾ സൗഭാഗ്യത്തോടു കൂടിയിരിക്കും, സൗഭാഗ്യയുക്ത ഭവതി എന്നർത്ഥം. പിന്നീട് അദ്ദേഹം നൃപതിഹി നൃൻ പാതി ഇതി നൃപതിഹി. മനുഷ്യരെ സംരക്ഷിക്കുന്ന ആളാകും, നരന്മാരെ സംരക്ഷിക്കുന്ന ആളാണ് നൃപതിഹി അഥവാ രാജാവ് എന്നർത്ഥം. അയാൾ രാജാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പദവിയിലിരുന്നു കൊണ്ട് തൻ്റെ താഴെയുള്ള പാവങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ അദ്ദേഹം വളരാം. അത് പഞ്ചായത്ത് വാർഡ് മെമ്പർ മുതൽ വില്ലേജ് ഓഫീസർ മുതൽ അദ്ദേഹത്തിന് തൻ്റെ ജോലിക്കനുസരിച്ച് മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന കർമ്മമേഖലയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്ന ജോലി ഏറ്റെടുക്കാം, ദൗത്യം ഏറ്റെടുക്കാം. അതുകൊണ്ടാണ് നൃൻ പാതി ഇതി നിർവ്വത. രാജാവ് രാജതുല്യനായി അദ്ദേഹം വരുമെന്നർത്ഥം. പിന്നീട് അദ്ദേഹം വിപുലകീർത്തി ഭവതി. വിപുലകീർത്തി യസ്യ സഹ വിപുലകീർത്തി. വലിയ വിപുലമായ കീർത്തിയോടുകൂടി വരും. ദിഗന്തരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വ്യാപിക്കും. കാരണം ഇവിടെ ബുധനും വ്യാഴവും തന്നെ വന്നാൽ സംഗീത വിഷയങ്ങളിൽ ദിഗ്രഹയോഗം വളരെ നല്ലതാണ്. ശുക്രൻ കൂടി വരുമ്പോൾ വലിയ സംഗീതജ്ഞനാവുക, അഭിനേതാവാകുക. അപ്രകാരം തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ തൻ്റെ ബുദ്ധി മികവ് പുലർത്തിയാൽ ആ മനുഷ്യൻ വലിയൊരു വിപുലമായ കീർത്തിയുടെ ഉടമസ്ഥനായിരിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും വളരെ നല്ലൊരു യോഗമാണ്. ഈ യോഗമുള്ള വിശിഷ്ട വ്യക്തികൾ വളരെ കുറവായിരിക്കാം. പലപ്പോഴും ഈ യോഗം ലഗ്നാലോ ചന്ദ്രാലോ 6, 7, 8 ഭാവങ്ങളിൽ ഒക്കെ വരികയാണെങ്കിൽ അത് അധിയോഗമാണെന്നും കൂടി അറിയുക. ഈ വ്യാഴത്തിനെ കേന്ദ്രസ്ഥനായി ചന്ദ്രനുണ്ടെങ്കിൽ അത് ഗജകേസരി യോഗമൊക്കെ ആകാം. അതിനാൽ നല്ലൊരു യോഗമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു സജ്ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള യോഗങ്ങൾ വരട്ടെ എന്ന വിഷയം. നന്ദി, നമസ്തേ.